Good evening, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസിനെ കുറിച്ചാണ് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ ബേസ്ഡ് ഓൺ റിവേഴ്സ് അവിടെയാണ് നമ്മൾ നിർത്തിയത്. ബേസ്ഡ് ഓൺ ദ റിവേഴ്സ് ദ ഹിമാലയ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ. വെസ്റ്റേൺ ഹിമാലയ lies between river Indus to river Kali. Then central Himalaya lies between Kali river to Teesta river. Eastern Himalaya lies between Teesta river to Brahmaputra river. അതായത് നമ്മൾ ഹിമാലയത്തിനെ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് പാരലൽ റേഞ്ചസ് ആയിട്ട് അങ്ങനെ പലതരത്തിൽ. ഇവിടെ നമ്മൾ റിവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് റീജിയണൽ ഡിവിഷൻസ് ഉണ്ടായിരിക്കുന്നത്. അതാണ് മൂന്നായിട്ടാണ് നമ്മൾ ഹിമാലയത്തിനെ അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം ആൻഡ് കിഴക്കൻ ഹിമാലയം. അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇൻഡസ് റിവർ മുതൽ കാളി വരെയുള്ള ഭാഗത്തിനാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ കാളി റിവർ മുതൽ ടീസ്താ റിവർ വരെയുള്ള ഭാഗത്തിനാണ് സെൻട്രൽ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ റിവർ ടീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള ഭാഗത്തിനാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ, അതായത് വെസ്റ്റേൺ ഹിമാലയ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു കാശ്മീർ ഹിമാലയ, ദെൻ ഉത്തരാഖണ്ഡ് ഹിമാലയ, ദെൻ ഹിമാചൽ. വെസ്റ്റേൺ ഹിമാലയത്തിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന് കാശ്മീർ ഹിമാലയ, രണ്ട് ഹിമാചൽ ഹിമാലയ, മൂന്ന് ഉത്തരാഖണ്ഡ് ഹിമാലയ. നമുക്കിനി ഫസ്റ്റ് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീർ ഹിമാലയ which extends over nearly 3.5 lakh square kilometer in Jammu and Kashmir, and Ladakh region is roughly 700 kilometer length and 500 kilometer width. അപ്പോൾ ജമ്മു കാശ്മീരിലുള്ള ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭാഗമാണ് കാശ്മീർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഏകദേശം 3.5 lakh സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 3.5 lakh സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട്. ലെങ്ത് 700 കിലോമീറ്റർ ആണ്, വിഡ്ത്ത് 500 കിലോമീറ്റർ ആണ്. Then the important mountain ranges of Kashmir Himalaya are Karakoram, Ladakh, Saskar and Pir-Panjal. അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമുക്കറിയാം കാശ്മീർ താഴ്വരകൾക്കും അതേപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസിനുമൊക്കെ ഫേമസ് ആണ്. അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ ആൻഡ് പിർപഞ്ചൽ. Among that, Karakoram is famous. We know that because the highest peak of India and the second highest peak in the world, Mount K2, is situated in this Karakoram range. So we can expect a one-word question from that. The highest peak of India, that is Mount K2. Okay, that is in Karakoram range. And many glaciers are also found in this region. And these glaciers help the river Indus, river Jhelum and Chenab have a luxuriant flow of water throughout the year. ഇങ്ങനെ ഹിമാനികൾ, ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹിമാനികൾ. ഈ ഹിമാനികൾ മഞ്ഞ് ഉരുകുന്നത് കാരണം, അതായത് വെയിൽ കൂടുമ്പോൾ, ചൂട് കൂടുമ്പോൾ മഞ്ഞുരുകി വെള്ളം കിട്ടുന്നത് കൊണ്ട് വേനൽക്കാലത്ത് ധാരാളം വെള്ളം ജലം, രവി, ചെനാബ് ഈ റിവേഴ്സിലെത്തും. അതുപോലെ തന്നെ മഴക്കാലത്ത് മഴ പെയ്തിട്ടും വെള്ളം കിട്ടും. അങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ ജലം, രവി ആൻഡ് ചെനാബ് ഹാവ് വാട്ട് ലക്ഷൂറിയൻ ഫ്ലോ ഓഫ് വാട്ടർ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ലേക്കുകളാണ്, ഫ്രഷ് വാട്ടർ ലേക്സ്. ദാൽ ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാശ്മീർ ഹിമാലയ. അതായത് ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് ദാൽ ലേക്ക്. ഓക്കെ, ഈ ദാൽ ലേക്ക് എവിടെയാണ്? കാശ്മീർ ഹിമാലയ. ഓക്കെ, ആൻഡ് ശ്രീനഗർ സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദിസ് ലേക്ക്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് feature of this region is development of shikara boats, tourism and floating market. Shikara boats and floating markets are the two attractions. Okay, many tourists from different parts of the world visit this area only because of what the presence of these two things, shikara boats and floating market. അപ്പോൾ ദാൽ ലേക്കിൻ്റെ പ്രത്യേകത ഫ്രഷ് വാട്ടർ ലേക്കാണ്. ശ്രീനഗർ സിറ്റി ഇതിൻ്റെ ബാങ്കിലാണ്, തീരത്താണ്. അതേപോലെ തന്നെ ആ കൊമേഴ്ഷ്യൽ സെൻറ്റർ, ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ബിക്കോസ് ഓഫ് വാട്ട്? ദ ഷിക്കാര ബോട്ട്സ് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ്. ഓക്കെ,
Then another important feature of this Kashmir Himalayan region is marks. Marks are meadows formed along the mountain slopes during the summer season. And all these marks get covered under snow during winter. These marks get covered under snow during winter, and these regions attract tourists for winter games. Okay. Then example for that is Sonmarg and Gulmarg. അപ്പോൾ മാർഗുകൾ എന്ന് വെച്ചാൽ എന്താണ്? മെഡോസ്, നമുക്കറിയാം പുൽത്തകിടികൾ, വേനൽക്കാലത്ത് മഞ്ഞുരുകും. അപ്പോൾ താഴ്വരകളിൽ ധാരാളം പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്ന പച്ച പുൽത്തകിടികളെ പറയുന്ന പേരാണ് മാർഗ്സ് അല്ലെങ്കിൽ മെഡോസ് എന്ന്. ഈ മാർഗ്സിൻ്റെ പ്രത്യേകത സമ്മർ സീസണിൽ നിറയെ പുല്ലുകൾ, അതായത് പുൽത്തകിടികളാവുന്നത് കാരണം അതൊരു അട്രാക്ഷനാണ്, ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ സെൻറ്ററാണ്. അതേപോലെ മഞ്ഞുകാലം ആകുമ്പോൾ ഇത് ഫുള്ള് മഞ്ഞിനടിയിലാവും. ഓക്കെ, ഫുള്ളി കവേർഡ് അണ്ടർ സ്നോ. അപ്പോൾ ആ സമയത്ത് വിൻ്റർ ഗെയിംസിന്, സ്കീയിങ് പോലെയുള്ള വിൻ്റർ ഗെയിംസിന് നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് സോനാമർഗം, ഗുൽമർഗം. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ, സമ്മർ സീസൺ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ആർ ദ ഹിമാലയൻ റിവേഴ്സ് വാട്ടർ റിച്ച് ഇയർ റൗണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും? ഹിമാലയൻ റിവേഴ്സിൽ എന്തുകൊണ്ടാണ് ഫുൾ ഇയർ, സമ്മറെന്നോ വിൻ്ററെന്നോ റെയിനി സീസണെന്നോ ഡിഫറൻസ് ഇല്ലാതെ ഫുൾ ടൈം വെള്ളം ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്? നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ സമ്മർ സീസൺ ദ റിവേഴ്സ് ഫെഡ് ബൈ മെൽറ്റിംഗ് ഓഫ് ഐസ്, ദെൻ ഗെറ്റ് വാട്ടർ ബൈ റെയിൻ ഡ്യൂറിങ് റെയിനി സീസൺ. രണ്ട് കാരണങ്ങളാണ് നമുക്കുള്ളത്. സമ്മർ സീസണിൽ മെൽറ്റിംഗ് ഓഫ് ഐസ്, അതേപോലെ തന്നെ റെയിനി സീസണിൽ റെയിൻഫോൾ പ്രൊവൈഡ് വാട്ടർ. ദാറ്റ് ഈസ് വൈ ദ റിവേഴ്സ് ആർ ഫ്ലോയിങ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട്. അപ്പോൾ ജമ്മു കാശ്മീർ കഴിഞ്ഞു. അപ്പോൾ കാശ്മീർ ഹിമാലയയിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കേട്ടത്? അതിൻ്റെ എക്സ്റ്റൻഷൻ എത്രയാണ്? 3.5 lakh സ്ക്വയർ കിലോമീറ്റർ ആണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 700 and 500. പിന്നെ അതേപോലെ തന്നെ അവിടെ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്, അവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്ക് എന്താണ്. അതുപോലെ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൗണ്ടൻ റേഞ്ചസിൽ പഠിക്കാനുള്ള ഒരു കാണും മൗണ്ടൻ പാസസ്. എന്തിനാണ് ഈ മൗണ്ടൻ പാസസ് എന്ന് പറയുന്നത്? പാസസ് ആർ റിയലി നാവിഗബിൾ റൂട്ട് ഓർ നാച്ചുറൽ പാസേജ്. ദിസ് ഹെൽപ്പ് ദ പീപ്പിൾ ടു ട്രാവൽ ഫ്രം വൺ പാർട്ട് ടു another through these mountains. Okay, it's an opening, a gap in between the mountain ranges. This help people travel and trade in mountainous region. And here Jammu and Kashmir also we have such passes. Banihal Pass connect Jammu with Kashmir. കാശ്മീരിനെയും അതേപോലെ തന്നെ ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്സാണ്, ഒരു നാരോ പാസേജാണ് ബനീഹാൽ. ഓക്കെ, ഈ ബനീഹാൽ പാസ്സാണ് ജമ്മുവിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് പീർപ്പഞ്ചൽ മൗണ്ടൻ റേഞ്ചിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ജമ്മുവും കാശ്മീരും. ജമ്മു കാശ്മീരിൻ്റെ നടുവിൽ, ജമ്മു ഒരു ഭാഗത്ത് കാശ്മീർ ഒരു ഭാഗത്ത്, അതിൻ്റെ നടുവിലാണ് പീർപ്പഞ്ചൽ റേഞ്ച്. അപ്പോൾ ത്രൂ ദിസ് ബനീഹാൽ പാസ് ദ ട്രാഫിക് ഈസ് പോസിബിൾ. ഓക്കെ, ഇനി സെക്കൻഡ് ഡിവിഷൻ ഓഫ് വെസ്റ്റേൺ ഹിമാലയ, ദാറ്റ് ഈസ് ഹിമാചൽ ഹിമാലയ. Now we can find out what are the important characteristic features of Himachal Himalaya. Himachal Himalaya, the major share of this Himachal Himalaya is in the state of Himachal Pradesh. അപ്പോൾ ഹിമാചൽ ഹിമാലയ എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളായിട്ടും കിടക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ദെൻ the main rivers of this region are Chenab, Ravi and Beas. 3 tributaries of river Indus, that is Chenab, Ravi and Beas flowing through this region. Then the major mountain ranges of this region are Dhauladhar and Pir Panjal. 2 mountain ranges are there, Dhauladhar and Pir Panjal. And like Dal Lake in Jammu and Kashmir, here also some freshwater lakes are found. That is Chandradal and Surajtal are important lakes of this region. Which are the 2 lakes? Chandradal and Surajtal. And here also mountain passes are found. Baralachala Pass connect Himachal Pradesh with Ladakh. What is the name of the pass which connect Himachal Pradesh with Ladakh? Baralachala Pass. Like Baralachala Pass, another important pass in this Himachal region is Rohtang Pass. What is the name of the pass? Rohtang Pass. That connect Kulu Valley with Lahul and Spiti Valley. Here we have 2 important passes, that is Baralachala Pass and Rohtang Pass. Baralachala Pass connect Himachal Pradesh with Ladakh. Similarly, this Rohtang Pass connect Kulu Valley with Lahul and Spiti. Okay. So which are the 2 major mountain ranges of this region? Dhauladhar and Pir Panjal. 2 important passes, that is Rohtang and Baralachala Pass. Okay.
Now this region is also famous for beautiful valleys. That is Kulu, Kangra, Lahul, and these three places are very famous. We know that. And like that, Shimla and Manali are also tourist centers of this region. Kulu and Manali are the two major hill stations of this region. Then they are famous for their beautiful landscape and attractions. The attractions are generally mild winters and snowfall that too attract people towards this region. അപ്പോൾ മണാലി കുളു രണ്ട് ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ് ഇന്ത്യയിലെ. ഇത് രണ്ടും ഹിമാലയയിലാണ്. അതേപോലെ തന്നെ കുളു, കാംഗ്ര, ലാഹുൽ താഴ്വരകൾ വാലീസ് ഇതും ഈ ഹിമാലയയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ആ താഴ്വരകളും അതേപോലെ തന്നെ ഹിൽ സ്റ്റേഷൻസും ഉള്ള ഒരു പ്രദേശമാണ് ഹിമാലയ. ദ നെക്സ്റ്റ് ഈസ് ഉത്തരാഖണ്ഡ് ഹിമാലയ. Before going to study about this Uttarakhand Himalaya, we just want to know what is a hot spring. Hot springs are naturally occurring spring of water that emerges due to the heated groundwater. Then the heat is produced either through magma within the earth's crust or through the movement of fault in the crust. Our next topic is Uttarakhand Himalaya. Uttarakhand Himalaya is a part of Himalayas which extends from river Satluj to river Kali. River Satlujiനും കാളിക്കും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പോർഷനെ പറയുന്ന പേരാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. Its western side is known as Garhwal Himalaya and the eastern side is known as Kumaon Himalaya. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത്. അതായത് വെസ്റ്റേൺ സൈഡിനെ ഗർഹ്വൽ ഹിമാലയ, പടിഞ്ഞാറ് ഭാഗത്തിന് ഗർഹ്വൽ ഹിമാലയ എന്ന് പറയും. അതേപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിനെ കുമയൂൺ ഹിമാലയ എന്നും പറയും. ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹയസ്റ്റ് പീക്കിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. മൗണ്ടൻ പീക്സിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. സെവറൽ ഹൈ പീക്സ് ആർ ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. എക്സാമ്പിൾ നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് all are in this ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പിൽഗ്രിം സെൻറ്റേഴ്സിൽ കേട്ടിട്ടുള്ളതാണ് ബദ്രിനാഥും കേദാർനാഥും. അതേപോലെ തന്നെ നന്ദാദേവിയും കാമത്ത് ഇതൊക്കെ ഇവിടെ കാണുന്ന ഹൈ പീക്സ് ആണ്. ഇനി two important glaciers of this region are Gangotri and Yamunotri. Gangotri നമുക്കറിയാം, river Ganga is originating from this Gangotri glacier. Like that Yamunotri is river Yamuna that is originating from Yamunotri glacier. Then the freshwater lakes of this region are Nainital and Bhimtal. അപ്പോൾ നമ്മൾ കാശ്മീരിൽ കണ്ടു ദാൽ ലേക്ക്, ഹിമാചൽ പ്രദേശിൽ കണ്ടു സൂരജ് ആൻഡ് ചന്ദ്രദാൽ. അതുപോലെ ഉത്തരാഖണ്ഡിലുള്ള ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് നൈനിതാൾ ആൻഡ് ഭീംതാൾ. അതൊക്കെയാണ് നൈനിതാൾ ആൻഡ് ഭീംതാൾ. ദാറ്റ് ആർ ദ ടു മെയിൻ ഫ്രഷ് വാട്ടർ ലേക്സ് ഓഫ് ഉത്തരാഖണ്ഡ് ഹിമാലയൻ region. Then another attraction of this region is flat valleys. These lies between Lesser Himalaya and the Shivalik ranges. And these flat-topped valleys are known as dunes. Example, Dehradun. Alpine summer meadows along the higher altitude mountain slopes of this regions are called bughiels. നമ്മൾ മാർഗ് കാശ്മീർ ഹിമാലയയിൽ പഠിച്ചില്ലേ, അതേപോലെ ഉള്ള പാസ്റ്റർ ലാൻഡ് അല്ലെങ്കിൽ മെഡോസ് ആണ് എന്താ ബുഗിയൽസ്. ബുഗിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമ്മർ സീസണിലാണ് അപ്പിയർ ചെയ്യുന്നത്. സമ്മർ സീസൺ ആകുമ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസ്, ഓക്കെ, ആൻഡ് ദാറ്റ് ഗിവ് ചാൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദിസ് ഗ്രാസസ് ഇൻ ദാറ്റ് ഏരിയ. ദീസ് ഗ്രാസസ് ലാൻഡ്സ് ആർ കോൾഡ് വാട്ട് ആൽപൈൻ മെഡോസ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ബുഗിയൽസ്. ആൻഡ് ദിസ് ബുഗിയൽസ് ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിംഗ് വിന്റർ ആൻഡ് ഇറ്റ് മെയ്ഡ് യൂസ് ഫോർ വിന്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. നമ്മൾ സ്കീയിങ് ഒക്കെ പറഞ്ഞില്ല, അതേപോലെ ഗെയിംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ബുഗിയൽസ്. ഇനി ബുഗിയൽസിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ദി മെഡോസ് ഇൻ ദി ഹിമാലയാസ് ഫൗണ്ട് ബിറ്റ്വീൻ 3000 to 4500 മീറ്റേഴ്സ് ഹൈറ്റ്. ഓക്കെ, 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിൽ കാണുന്ന മെഡോസ് ആണ് ബുഗിയൽസ്. ആൻഡ് ദീസ് ആർ ഫൗണ്ട് ഇൻ ഗഡ്വാൾ റീജിയൻ. Bughiels remain under snow during winter. When the snow melt away in summer, bughiels are transformed into green meadows. The shepherds reach these meadows from the dry valleys with their herds during summer season. Leaving the dry valleys, they make temporary camping sheds and live along with their livestock in luxuriant green bughiels. With the advent of winter, they leave these hills and live in the valleys until the next season. This seasonal migration, along with their domestic animals from one grazing ground to another, is known as transhumance. ബുഗിയൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് സമ്മർ സീസൺ ആകുമ്പോൾ ഇങ്ങനെ പച്ചപ്പ് നിറയും ഈ മൗണ്ടൻ ടോപ്പിൽ. അതൊരു 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിലുള്ള മൗണ്ടൻ ടോപ്പിൽ ബുഗിയൽസ് നിറയും. അപ്പോൾ ഈ ബുഗിയൽസ് ഉള്ളത് കാരണം അവിടെയുള്ള ഷെപ്പേർഡ്സ് ആട്ടിടയന്മാർ എന്ത് ചെയ്യും, അവരുടെ ഹേർഡ്സിനെയും കൊണ്ട് മൃഗങ്ങളെയും കൊണ്ട് വളർത്തു മൃഗങ്ങളെയും കൊണ്ട് നേരെ വാലിയിൽ നിന്ന് അവർ നേരെ മൗണ്ടൻ ടോപ്പിലേക്ക് പോകും. അവിടെ ടെമ്പററി ആയിട്ടുള്ള ഷെഡുകൾ ഉണ്ടാക്കി അവിടെ താമസിക്കും. കാരണം അവരുടെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടും. ദേ ക്യാൻ ക്ലിയർ ദർ കാറ്റൽസ് ദെയർ. ആൻഡ് അത് കഴിഞ്ഞ് സമ്മർ മാറി വിന്റർ വരുമ്പോൾ അവിടെ ഫുൾ മഞ്ഞാകും. ആ സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ ഹേർഡ്സിനെയും കൊണ്ട് തിരിച്ച് വാലിയിലേക്ക് വരും. ഇങ്ങനെ വാലി ടു ടോപ്പ് ടു വാലി ഇങ്ങനെ അവർ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ സീസണൽ മൂവ്മെൻറ്റ്, സീസണൽ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ദാറ്റ് ഈസ് വാട്ട് ട്രാൻസ്ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ സീസണലി ഇവർ എന്താ ചെയ്യുന്നത്, അവരുടെ ഡൊമസ്റ്റിക് അനിമൽസിനെയും കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. താഴ്വരയിൽ നിന്ന് നല്ല ക്ലൈമറ്റ് ആകുമ്പോൾ മൗണ്ടൻ ടോപ്പിലേക്കും, അവിടെ വിന്റർ വരുമ്പോൾ തിരിച്ച് താഴ്വരയിലേക്കും ഹേർഡ്സിനെയും കൊണ്ട് അവരുടെ അനിമൽസിനെയും കൊണ്ട് ഡൊമസ്റ്റിക് അനിമൽസിനെയും കൊണ്ട് വരുന്നു. ഈ ജേർണിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഹ്യൂമൻസ്. So our next topic is about the Central Himalayas that we can continue on next class. Okay, thank you.